ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് ആണ് കേട്ടോ. ഗണിതം. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണിയിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചെന്താ, സമാന്തര ശ്രേണിയിലെ ഒരു നിശ്ചിത സ്ഥാനത്തെ പദം മാത്രം അറിഞ്ഞാൽ എന്താണ്, അതിലെ പല പദങ്ങളുടെയും തുക കണക്കാക്കുക അല്ലെ. എന്താണ്, സമാന്തര ശ്രേണിയിൽ ഒരു നിശ്ചിത സ്ഥാനത്തെ പദം മാത്രം അറിഞ്ഞാൽ അതിലെ പല പദങ്ങളുടെയും തുക കണക്കാക്കാവുന്നത്. അതായത് ഇപ്പൊ നോക്കി, ഇവിടെ നമ്മൾ എന്തായിരുന്നു, ഒരു സമാന്തര ശ്രേണിയിലെ 11ാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക 80 ആണെങ്കിൽ 16ാം പദം എന്താന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ അങ്ങനെ കാണും. ഇനി വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സമാന്തര ശ്രേണിയിലെ 2ാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും തുക 35 എന്ന് പറഞ്ഞാൽ ശ്രേണിയെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, 2ാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും തുക 35 എന്ന് പറഞ്ഞാൽ ഈ ശ്രേണിയെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാൻ പറ്റും, നമുക്ക് ശ്രേണി എഴുതാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. ഈ 2ാം പദവും 5ാം പദത്തിന്റെയും തുക അല്ലെ 35. അപ്പൊ ഞാൻ ആ സ്ഥാനങ്ങളൊന്ന് എഴുതുകയാണ് കേട്ടോ. ഇതാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം, 5ാം സ്ഥാനം. അപ്പൊ ഈ 1ാം സ്ഥാനത്തിന്റെയും, അതായത് 1ാം പദത്തിന്റെയും 2ാം പദത്തെയും 3ാം പദവും 4ാം പദം 5ാം പദവും അല്ലെ. അപ്പൊ ഈ 2ാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും, ഈ 2ാം പദം എന്ന് പറയുന്നത് ഏതാണ്, ഇതാ ഇത് അല്ലെ. ഈ 2ാം പദം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 2ാം പദം എന്ന് പറഞ്ഞാൽ ഇത്. അതുപോലെ 5ാം പദം എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. അപ്പൊ 2ാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും തുക 35. അപ്പൊ ഈ 2ാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും തുക എത്രയാണ്, 35 പറയുന്നുണ്ട് അല്ലെ. 35. ഓക്കെ, 35 പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് എങ്ങനെയാണ് അത് ഈ ശ്രേണി എഴുതാൻ കഴിയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ അല്ലേ. ഇപ്പൊ 2ാം പദം എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമ്മളിപ്പോ 10 എടുക്കുകയാണെങ്കിൽ 5ാം പദം എന്തായിരിക്കും, 10 എടുക്കുകയാണെങ്കിൽ 5ാം പദം എന്താ, 2ഉം 5ാം പദവും കൂടിയാണ് എന്ത്, 35 അല്ലെ. അപ്പൊ 2 10ാം പദം എടുക്കുകയാണെങ്കിൽ ഈ 5ാം പദം എന്താണ്, ഈ 35ന്ന് ഈ 2ാം പദമായ 10 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 35ന്ന് 10 കുറച്ചാൽ എത്രയാ, 15 അല്ലെ, 25. അപ്പൊ 35ന്ന് 10 കുറച്ചാൽ എത്രയാണ്, 15, 25 അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്, 35ന്ന് 10 കുറച്ചാല് എത്രയാണ്, 25 എന്ന് വരും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ 5ാം പദം 25 കിട്ടി. അപ്പൊ നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, 2ാം പദം 10 ആണെങ്കിൽ 1ാം പദം എന്തായിരിക്കും, അപ്പൊ ഇതിന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 2ാം പദം 10ഉം അതുപോലെ 5ാം പദം 25 ആണെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം. എന്താ അറിയാം നമുക്ക്, എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലാണ് ഈ 5ാം പദത്തിലെത്തുക, 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ അല്ലെ. അപ്പം 2ാം പദത്തിനോട് 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത്, 5ാം പദത്തിലെത്തുക അല്ലെ. അപ്പൊ 2ാം പദം 10 ആണെങ്കിൽ 10 പ്ലസ് പിന്നെ എത്ര പൊതുവ്യത്യാസമാണ്, പൊതുവ്യത്യാസം 3 അല്ലെ. 3 പൊതുവ്യത്യാസം ഈക്വൽ ടു എന്താണ്, നമുക്ക് കിട്ടി 25 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 2ാം പദത്തിനോട് 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്താക്കും, 5ാം പദം കിട്ടില്ല, അത് 25 നിർത്തി അല്ലെ. അപ്പൊ 10, 2ാം പദം 10 ആണ്, 10 പ്ലസ് 3 പൊതുവ്യത്യാസം സമം 25 അല്ലെ. ഇനി ഇന്ന് എന്താ പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ 10 പ്ലസ് 10 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി, -10 ആവും അല്ലെ. അപ്പൊ 3D ഇസ് ഈക്വൽ ടു എന്താണ് വരിക, 3D ഇസ് ഈക്വൽ ടു 25 മൈനസ് 10 അല്ലെ. 25 - 10 എത്രയാണ്, 15 അല്ലെ. അപ്പൊ 3D ഇസ് ഈക്വൽ ടു എന്ത് വരും, 15 എന്ന് വരും അല്ലെ. അപ്പൊ D ഇസ് ഈക്വൽ ടു എന്ത് വരും, D ഈക്വൽ ടു 15/3 അല്ലെ. 15 ഡിവൈഡഡ് ബൈ 3 ഹരിക്കണം 3 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 5. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് 5 കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പൊതുവ്യത്യാസം 5 കിട്ടിയാൽ ഇനി നമുക്ക് എന്താ, ഇത് കൂട്ടിപ്പോയി കൂടെ അല്ലെ. അപ്പൊ 2ാം പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടി ഇവിടെ കിട്ടും അല്ലെ. അപ്പൊ 2ാം പദം 10 അല്ലേ, 10 പ്ലസ് 5 15, 15 പ്ലസ് 5 20, 20 പ്ലസ് 5 25. ഇനി 1ാം പദം കിട്ടണമെങ്കിൽ അത് നിങ്ങോട്ട് കുറയ്ക്കുക അല്ലെ. അപ്പം 10 മൈനസ് 5 എത്രയാണ്, 5 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 5, 10, 15, 20, 25, 30 എക്സെട്ര അല്ലെ. കിട്ടിയ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കിട്ടിയാലേ, അപ്പൊ ഇങ്ങനെ കിട്ടിയാലോ, ഇങ്ങനെ ചോദ്യം തന്നാലേ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ആൻസറിൽ എത്താൻ പറ്റൂ അല്ലെ. ഇനി നമുക്ക് ഇതിന് വേറെ എന്തൊക്കെയാ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ശ്രേണി 5, 10, 15, 20, 25, 30 ഈ ശ്രേണിയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിന്ന് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്, ഈ 3ാം പദം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇത് 15, 15ഉം 4ാം പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇത് ഇല്ലേ, 20. അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്, ഈ 3ാം പദവും 4ാം പദവും കൂടി കൂട്ടിയാൽ എന്താണ്, ഈ 35 കിട്ടുക അല്ലെ. അതുപോലെ 1ാം പദവും 6ാം പദം, 1ാം പദം ഇത് 6 അല്ലെ, 6ാം പദം അതാ 30 അല്ലെ. അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക, 35. ഇനി 2ാം പദവും
ഇത് എത്രാം പദമാണ്? അഞ്ചാം പദം അല്ലെ. രണ്ടാം പദം അഞ്ചാം പദം കൂടി കൂട്ടി എന്താ കിട്ടുക? അതും 35 അല്ലെ. അപ്പൊ ഇതിന്റെ തുക നോക്കിയാൽ ഇത് ഒരുമിച്ചുള്ള ഇത് ആദ്യം ഇത് കൂട്ടി പിന്നെ അതിന്റെ അപ്പുറത്ത് അതിന്റെ തൊട്ട് ബാക്കിലുള്ളതും അതിന്റെ തൊട്ട് മുന്നിലുള്ളതും കൂടി കൂട്ടുകയാണ് മറ്റേ നമ്പറിന്റെ തൊട്ട് മുന്നിലുള്ളതും അല്ലെ. പിന്നെ അതുപോലെ ഇതിന്റെ തൊട്ട് ബാക്കിലുള്ളതും മറ്റേ നമ്പറിന്റെ തൊട്ട് മുന്നിലുള്ളതും കൂടി കൂട്ടിയാൽ എന്താണ്? സെയിം തുകയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് പറയുന്നത് വെച്ചാൽ ഈ മൂന്നാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 35 തന്നെ അല്ലെ. അതുപോലെ ഒന്നാം പദത്തിന്റെയും ആറാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 35. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? രണ്ടാം പദത്തിൽ നിന്ന് മൂന്നാം പദത്തിലേക്ക് മാറാൻ പൊതുവ്യത്യാസം ഒരു തവണ കൂട്ടണം. അഞ്ചാം പദത്തിൽ നിന്ന് നാലാം പദത്തിലേക്ക് മാറാനോ പൊതുവ്യത്യാസം ഒരു തവണ കുറയ്ക്കണം. അപ്പോൾ മൂന്നാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും തുക എന്താണ്? 35 തന്നെയാണ് അല്ലെ. ഒന്നാം പദവും ആറാം പദവും കൂട്ടിയാലും എന്താണ്? 35 അല്ലെ. നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നോക്കൂ, ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താന്ന് നോക്കിയേ, നാലാം പദത്തിന്റെയും എട്ടാം പദത്തിന്റെയും തുക 45 എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെ നമുക്ക് കണക്കാക്കാം? നാലാം പദത്തിന്റെയും എട്ടാം പദത്തിന്റെയും ഇല്ലേ, നമുക്ക് സ്ഥാനങ്ങളൊന്ന് എഴുതി വെക്കുക അല്ലെ. എന്താണ് സ്ഥാനങ്ങൾ? നാലാം പദവും എട്ടാം പദവുമാണ് അല്ലെ. അപ്പം 1 2 സ്ഥാനങ്ങൾ എഴുതുന്നു കേട്ടോ. 4 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എട്ടാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ്? ഇതും അല്ലേ. നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ ഒന്ന് എഴുതി നോക്കാം കേട്ടോ. 9 10 11 12. ഓക്കെ, ഇത്രയാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, ഈ നാലാം പദത്തിന്റെയും എട്ടാം പദം അല്ലേ. അപ്പൊ നാലാം പദം എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ നാലാം പദത്തിന്റെയും അതുപോലെ എന്താണ് എട്ടാം പദത്തിന്റെയും തുക ഇത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 45 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് 45. ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇതിൽ പറയാൻ കഴിയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 45ആണ് എന്ത്? ഈ നാലാം പദത്തിന്റെയും എട്ടാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 45. ഓക്കെ, ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ എന്തൊക്കെയാ വേറെ എന്തൊക്കെയാ പറയാ? ഇതിന് തൊട്ട് പിന്നിലുള്ള ഈ നമ്പറും ഇതിന് തൊട്ട് മുന്നിലുള്ള ഈ നമ്പറും അല്ലെ. അഞ്ചാം പദത്തിന്റെയും ഏഴാം പദത്തിന്റെയും തുക എന്താണ്? 45 എന്ന് പറയാം. ഓക്കെ, അതുപോലെ എന്താണ് ഇനി നമുക്ക് പറയാൻ പറ്റുക? ഇത് ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഇത് മറ്റേ കുറയ്ക്കുക. ഓക്കെ, അപ്പം ഈ ഇതൊന്ന് ഒന്ന് കൂട്ടുകയാണെങ്കിൽ മറ്റേ കുറയ്ക്കുക അല്ലെ. അപ്പൊ എന്താണ്? ഇത് കൂട്ടുമ്പോൾ ഇത് കുറയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ ഒമ്പതാം പദത്തിന്റെയും മൂന്നാം പദത്തിന്റെയും തുക 45 തന്നെ ആയിരിക്കും. ഒമ്പതാം പദത്തിന്റെയും മൂന്നാം പദത്തിന്റെയും തുക എത്രയാണ്? 45. അതുപോലെ രണ്ടാം പദത്തിന്റെയും 10ാം പദത്തിന്റെയും തുക എന്താണ്? 45. ഒന്നാം പദത്തിന്റെയും 11ാം പദത്തിന്റെയും തുക എന്താണ്? 45 അല്ലെ. അപ്പൊ നമുക്ക് അതൊക്കെ പറയാം അല്ലെ. അതായത് അഞ്ചാം പദം കൂട്ടിയാലും ഏഴാം പദം കൂട്ടിയാലും എന്താണ്? 45. അതുപോലെ മൂന്നാം പദം കൂട്ടിയാലും ഒമ്പതാം പദം കൂട്ടിയാലും 45. ഓക്കെ, പിന്നെന്താ നമുക്ക്? അപ്പൊ നമുക്ക് എന്താണ് ഇനിയും ഇങ്ങനെ സ്ഥാനങ്ങളെ തുക ഇങ്ങനെ ഉള്ളത് എന്താണ്? ടേബിൾ ആക്കി നോക്കുക. സ്ഥാനങ്ങൾ 4 8 45. നമ്മൾ പറഞ്ഞില്ലേ 4 8 45. പിന്നെ 3 അല്ല 5 7 45 അല്ലെ. പിന്നെയോ 3 9 45. പിന്നെയോ 2 10 45. പിന്നെയോ 1 11 45 അല്ലെ. ഒന്നാം പദവും 11ാം പദവും എന്തായിരിക്കും? 45. അപ്പൊ സ്ഥാനങ്ങളും പദങ്ങളുടെ തുകയും നമുക്ക് ഇവിടെ ഇങ്ങനെ ടേബിളാക്കി എഴുതാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇനി ചോദ്യം നോക്കിയാൽ ഇതുപോലെ രണ്ടാം സ്ഥാനത്തെയും ആറാം സ്ഥാനത്തെയും പദങ്ങളുടെ തുക 30 എന്നെടുത്താല് മറ്റേതെല്ലാം സ്ഥാനങ്ങളുടെ തുക 30 തന്നെയാണ് നമുക്ക് പറയാന്ന് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇത് ഒന്ന് എന്താണ് സ്ഥാനങ്ങളൊന്ന് ആദ്യം എഴുതുക. സ്ഥാനങ്ങൾ ആദ്യം എഴുതുക. 1 2 3 ഞാൻ എഴുതി വെക്കാം. 10 11 12. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് രണ്ടാം സ്ഥാനത്തെയും ആറാം സ്ഥാനത്തെയും പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ഇതില്ലേ. രണ്ടാം സ്ഥാനത്തെയും ആറാം സ്ഥാനത്തിന്റെയും തുക എന്ന് പറയുമ്പോൾ എത്ര? 30 എന്ന് പറയാം അല്ലെ. പിന്നെ ഏതൊക്കെ തുക 30 ആയിരിക്കും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലെ. മൂന്നാം സ്ഥാനത്തിന്റെയും അഞ്ചാം സ്ഥാനത്തിന്റെയും തുക 30 ആയിരിക്കും. പിന്നെയോ ഒന്നാം സ്ഥാനത്തെയും പിന്നെ ഏഴാം സ്ഥാനത്തിന്റെയും തുക എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലെ. ഓക്കെ, ഒന്നാം സ്ഥാനത്തിന്റെയും ഏഴാം സ്ഥാനത്തിന്റെയും തുക എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ അപ്പൊ ഈ കണക്കുകളെ കുറിച്ച് പൊതുവായി നമുക്ക് എന്ത് പറയാൻ പറ്റുമോ അറിയോ? എന്താ അവിടെ എഴുതിയെന്ന് നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയിൽ ഒരു സ്ഥാനം കൂട്ടുകയും മറ്റൊരു സ്ഥാനം അത്ര തന്നെ കുറയ്ക്കുകയും ചെയ്താൽ ഈ സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുക എന്താണ്? മാറുന്നില്ല അല്ലെ. ആ പദങ്ങളുടെ തുക സെയിം തന്നെയാണ്.
പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട്. എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക മറ്റ് രണ്ട് സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ പദങ്ങളുടെ തുക എന്താണ്? ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ രണ്ടാം പദത്തിന്റെയും അഞ്ചാം പദത്തിന്റെയും തുക 35 എന്ന് പറഞ്ഞാലുള്ളത് ശ്രേണി നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി ഇവിടെ വേറെ ഒന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ 4 പദങ്ങൾ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്രയാ? 100 എന്ന് പറഞ്ഞാൽ ശ്രേണിയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്ന. അപ്പൊ ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്? ശ്രേണിയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാ? നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 4 പദങ്ങളുടെ തുക 100 എന്നാണ് അല്ലെ. അപ്പൊ ശ്രേണിയെ കുറിച്ച് എന്താ നമുക്ക് പറയാം? ഒന്നാം പദവും ആദ്യത്തെ 4 പദങ്ങളുടെ ഒരേ തുക വരുന്ന ജോഡികൾ നമുക്ക് ആക്കിക്കൂടെ? ആക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഒന്ന് ആക്കി വെക്കാം. നമുക്ക് സ്ഥാനം എഴുതി വെക്കുക. ഒന്നാം സ്ഥാനം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം അല്ലെ. അപ്പൊ ഈ 4 പദങ്ങൾ എന്താണ്? ഇങ്ങനെ എഴുതി. അപ്പൊ ആദ്യ 4 പദങ്ങളുടെ തുകയാണല്ലോ ഈ 100 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജോഡികളൊക്കെ ഈക്വൽ ആയി വരുന്ന ഏതൊക്കെയാണുള്ളത്? സെയിം ആയി വരുന്ന പദങ്ങൾ ഏതൊക്കെ നോക്കാം അല്ലെ. അപ്പൊ എന്താണ്? 2ഉം 3ഉം എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ എന്താണ്? 1ഉം 4ഉം തുക എന്താണ്? 2ഉം 3ന്റെയും തുകയും അതുപോലെ 1ഉം 4ന്റെയും പദവും എന്താണ്? ഒരേ തുകയായിരിക്കും അല്ലെ. അതായത് രണ്ടാം പദവും മൂന്നാം പദവും കൂട്ടിയാൽ അതായത് 2ഉം 3ഉം തുകയും കൂട്ടുക, രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കൂട്ടുക. അതുപോലെ ഒന്നാം പദവും നാലാം പദവും കൂടി കൂട്ടിയാൽ എന്താണ്? ഒരേ തുകയാണ് അല്ലെ വരുന്നത്. അതായത് ഒരേ തുക വരുന്ന 2 ജോഡികളാണ് അല്ലെ. ഒരു ജോഡി ഏതാ? രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം. മറ്റേ ജോഡി ഏതാ? ഒന്നാം പദവും നാലാം പദവും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ആദ്യത്തെ 4 പദങ്ങളെ ഒരേ തുക വരുന്ന 2 ജോഡികളാക്കുക. എങ്ങനെയൊക്കെ? ഒന്നാം പദവും നാലാം പദവും അതുപോലെ രണ്ടാം പദവും മൂന്നാം പദവും. ഇനി നമുക്ക് എന്താണ്? ഈ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണല്ലോ 100 എന്ന് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, നാലാം സ്ഥാനം കൂടി കൂട്ടിയിട്ടാണ് എന്ത്? 100 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരേ ജോഡി വരുന്ന ഏതൊക്കെയായിരുന്നു? 2ഉം 3ഉം കൂട്ടിയാലും അത് 2ഉം 3ഉം അതുപോലെ എന്താണ്? 1ഉം 4ഉം കൂടി കൂട്ടിയാൽ എന്താ? ഈക്വൽ ആയിരിക്കണം അല്ലെ. രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൂട്ടിയതിനോട് എന്താണ്? ഒന്നാം സ്ഥാനം നാലാം സ്ഥാനം കൂട്ടിയ തുക എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ അത് 100 ആണല്ലോ മൊത്തം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൂട്ടിയ എത്ര? 50 ആയിരിക്കും അല്ലെ. അതുപോലെ ഒന്നാം സ്ഥാനവും നാലാം സ്ഥാനം കൂട്ടിയ എത്രയാണ്? 50 തന്നെ ആയിരിക്കും അല്ലെ. ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒന്നാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് എന്താണ്? 50. രണ്ടാം പദത്തിന്റെയും മൂന്നാം പദത്തിന്റെയും തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഒന്നാം സ്ഥാനം 10 എന്ന് പറഞ്ഞാലോ? അപ്പൊ ഒന്നാം സ്ഥാനം 10 എന്ന് പറഞ്ഞാൽ നാലാം സ്ഥാനം കണ്ടുപിടിച്ചൂടെ? ഈ ഒന്നാം സ്ഥാനവും നാലാം സ്ഥാനം കൂടി കൂട്ടിയാലാണ് എന്താ? 50 അല്ലെ. അപ്പൊ ഒന്നാം സ്ഥാനം 10 ആണെങ്കിൽ നാലാം സ്ഥാനം എന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടി 50 ആണ്. 50 ഈ 10 കുറച്ചാൽ 40 അല്ലെ. അപ്പൊ നാലാം സ്ഥാനം നമുക്ക് 40 കിട്ടി. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? നമുക്ക് എന്താക്കാം? പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 1 4ലേക്ക് എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 3 പൊതുവ്യത്യാസം കൂട്ടണം അല്ലെ. ഒന്നാം സ്ഥാനത്ത് നിന്ന് 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത്? നാലാം പദത്തിൽ എത്തുക അല്ലെ. അപ്പോൾ ഒന്നാം പദം നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 പ്ലസ് എന്താണ്? എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് ഇത് നാലാം പദമായ 40ലേക്ക് എത്തുക അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതാ? 10 പ്ലസ് 3 d = 40 എഴുതാം അല്ലെ. ഇനി നമുക്ക് എന്താക്കുക? പ്ലസ് 10 ഈക്വൽട്ടിന് അപ്പുറത്ത് കൊണ്ടുപോകുക അല്ലെ. അപ്പൊ 3d = നമുക്ക് എന്താക്കുക? ഈക്വൽട്ടിന് അപ്പുറത്തുള്ള നമ്പറിന് അവിടെ ആദ്യം എഴുതണം അല്ലെ. എന്നിട്ട് ഈക്വൽട്ടിന് അപ്പുറത്തുള്ളത് അങ്ങോട്ട് കൊണ്ടുവരുന്ന എഴുതാൻ പാടുള്ളൂ. അപ്പൊ 40 - 10 എത്രയാണ് നമുക്ക് കിട്ടുക? 30 എന്ന് കിട്ടും അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം? ഓക്കെ, ഇനി നമുക്ക് d = എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? d കോമൺ ഡിഫറൻസ് അല്ലേ. പൊതുവ്യത്യാസം = 30/3 = എന്താണ്? 10 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ ആദ്യ പദം എന്തായിരുന്നു? നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നത് 10 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പദം എന്തായിരിക്കും? പൊതുവ്യത്യാസം 10നോട് 10 കൂട്ടിയാൽ എത്ര? 20 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യ പദം 10. പിന്നെ അടുത്ത എന്താണ്? 10നോട് 10 കൂട്ടിയാൽ 20, 20നോട് 10 കൂട്ടിയാൽ 30, 30നോട് 10 കൂട്ടിയാൽ 40. അപ്പം നമ്മൾ സംഖ്യ കണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയാൽ 100 കിട്ടുന്നുണ്ടോ നോക്കിയേ? കിട്ടില്ലേ? 10 + 20 + 30 + 40 കൂട്ടിയാൽ എന്ത് കിട്ടും? 100 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ചോദ്യമാണ് കേട്ടോ. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിക്കൊള്ളുക. 4 പദങ്ങളുടെ തുകയാണ് കേട്ടോ. അപ്പൊ 4 പദങ്ങളുടെ തുക പറയുമ്പോൾ നമ്മൾ എന്താണ്? ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം എന്ന് എഴുതുക ആദ്യം.
അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒന്നാം പദം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈക്വൽ ടു അല്ലേ, അതായത് എന്താണ് ഒന്നാം പദം പ്ലസ് രണ്ടാം പദം പ്ലസ് മൂന്നാം പദം പ്ലസ് നാലാം പദം സമം എത്രയാണ് 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇങ്ങനത്തെ എന്താണ് 4 സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്, 2ഉം 3ഉം ഒരു ജോഡിയാണ് അല്ലേ. അതുപോലെ എന്താണ് 1ഉം 4ഉം അല്ലേ, ആദ്യ പദവും എന്താണ് നാലാം പദവും കൂടി കൂട്ടിയതിനോട് എന്താണ് രണ്ടാം പദവും മൂന്നാം പദവും കൂടി കൂട്ടിയത് എന്താണ് തുല്യമാണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇത് 2 50 ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ആദ്യ പദവും നാലാം പദവും എന്താണ് 50 ആണ്. ഓക്കെ, രണ്ടാം പദവും മൂന്നാം പദവും കൂടി കൂട്ടിയത് എന്താണ് 50 ആണ് നമുക്കറിയാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാം പദം നമ്മൾ എന്താക്കി എടുക്കുകയാണ്, ഒന്നാം പദം നമ്മൾ ഫസ്റ്റ് ടൈം എന്താക്കി എടുക്കുക, ഒന്നാം പദം നിങ്ങൾ ഇത് കേട്ടോ. ഫസ്റ്റ് ടൈം ഇസ് ഈക്വൽ ടു എന്താക്കി എടുക്കുന്ന അറിയാം ടീച്ചർ, 5 ആക്കി എടുക്കുകയാണ്. ഓക്കെ, 5 ആക്കി എടുക്കുകയാണെങ്കിൽ രണ്ടാം പദം എന്ത് വരും, നേരത്തെ നമ്മൾ ഫസ്റ്റ് ടൈം എന്താ 10 ആക്കി എടുത്തിട്ട് അത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് എടുത്ത് വെക്കാം. നമുക്ക് സിമ്പിളാകാൻ അതാസുഖം. അപ്പോൾ ആദ്യ പദം എന്താക്കി 10 ആക്കി എടുത്ത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്താക്കാം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യ പദത്തിനോട് നാലാം പദം കൂടി കൂട്ടിയാൽ എന്താണ് കിട്ടുന്നത്, 50 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നാലാം പദം നമുക്ക് എന്ത് കിട്ടും, 10 അല്ലേ ഒന്നാം പദം എടുത്തത്. അപ്പോൾ നാലാം പദം ആയിരിക്കും 50ന്ന് 10 കുറച്ചാൽ എന്താണ് 40 അല്ലേ. അപ്പോൾ എന്താണ് നാലാം പദം എന്താണ് ഫോർത്ത് ടേം എന്താണ് നാലാം പദം സമം എന്താണ് 40 അല്ലേ. അതായത് 50ന്ന് 10 കുറച്ചാൽ എന്താണ് 40 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 40. അല്ലേ, അടുത്ത അപ്പോൾ ഒന്നാമത്തെ പദവും നാലാമത്തെ പദവും നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി നമുക്ക് ശ്രേണി എഴുതണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ 10 അല്ലേ. ആദ്യത്തെ പദത്തിനോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം, നാലാമത്തെ പദത്തിനാണ് എത്തണമെങ്കിൽ 3 പൊതുവ്യത്യാസം കൂട്ടണം അല്ലേ. അപ്പോൾ 3 പൊതുവ്യത്യാസം കൂട്ടി നമുക്ക് എന്ത് കിട്ടും, നാലാമത്തെ പദമായ 40 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചത് എന്താണ്, നിങ്ങൾക്ക് അതിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ 3D ഈക്വൽ ടു എന്താണ് 40 മൈനസ് 10 എത്രയാണ് 30 എന്ന് കിട്ടും അല്ലേ. 40 - 10 ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അടുത്ത എന്താണ് 3D ഈസ് ഈക്വൽ ടു ആണ് 30 അല്ലേ. അപ്പോൾ D ഈക്വൽ ടു എന്തൊരു 30 ഹരിക്കണം എന്താണ് 3 ഈസ് ഈക്വൽ ടു എന്താണ് 10 അല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് എന്ത് കിട്ടി, 10 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താക്കി, ഇതിന്ന് നമുക്ക് ശ്രേണി കണ്ടുപിടിച്ചുകൂടാ. ആദ്യത്തെ പദം 10 ആണ് അല്ലേ. അപ്പോൾ 10, ഇനി പൊതുവ്യത്യാസമായ 10 കൂട്ടണം അല്ലേ. 10നോട് 10 കൂട്ടിയാൽ 20, 20നോട് 10 കൂട്ടിയാൽ 30, 30നോട് 10 കൂട്ടിയാൽ 40 എക്സെട്ര അല്ലേ. ഇങ്ങനെ പോകും. അപ്പോൾ ഒന്ന് നമുക്ക് കണ്ടുപിടിച്ചല്ലോ, ഇതിൽ A കണ്ടുപിടിച്ചില്ലേ. 4 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1 അല്ലേ. അപ്പോൾ നമ്മളത് എഴുതി. ഇനി രണ്ടാമത്തെ നമുക്ക് എന്താണ്, ഫസ്റ്റ് ടേം എന്താ എടുക്കുന്നത്, ടീച്ചർ എടുക്കുന്നത് ഏതറിയോ. ഇനി ഞാൻ ആദ്യത്തെ പദം എന്താണ് 1 എന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. എന്താണ് ആദ്യ പദം 1 എന്ന് എടുക്കുകയാണ്. ഫസ്റ്റ് ടേം 1, ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണെങ്കിൽ നാലാമത്തെ ടേം എന്തായിരിക്കും മക്കളെ, നാലാമത്തെ ടേം ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു എന്താ, നാലാമത്തെ പദം സമം കിട്ടിയതെന്ന് എഴുതുമ്പോൾ നിങ്ങൾ പദം എഴുതുക കേട്ടോ. നാലാം പദം സമം എന്തായിരിക്കും, ഈ 50 ആണല്ലോ. ഒന്നാം പദം നാലാം പദം കൂടി കൂട്ടി 50 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 50 - 1 അല്ലേ. 50 - 1 എത്രയാണ് 49 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാം പദം എന്ത് കിട്ടി, 49 എന്ന് കിട്ടി കേട്ടോ. ഇതൊരു വേറെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, നാലാം പദം 49 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താക്കണം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. ഇനി പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ആദ്യ പദത്തിനോട് അല്ലേ, ആദ്യ പദം എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1നോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം, 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് വരുന്നത്, നാലാമത്തെ ടേമായ 49 കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, 49 അല്ലേ. ഇനി എന്താക്കുക, അന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 3D ഈക്വൽ ടു എന്താണ് 49 - 1 അല്ലേ. 49 - 1 എത്രയാണ് ഈക്വൽ ടു 48. ഓക്കെ, ഇനി D ഈക്വൽ ടു പൊതുവ്യത്യാസം സമം എന്താണ് 48/D അല്ലേ. 48/3 അല്ലേ. 48 ഡിവൈഡഡ് ബൈ 3 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 16 ആണ് അല്ലേ. ഈക്വൽ ടു നമുക്ക് എന്ത് പൊതുവ്യത്യാസം 16 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി 16 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് പൊതുവ്യത്യാസം കിട്ടി, ആദ്യ പദവും കിട്ടിയാൽ നമുക്ക് എന്താണ്, നമുക്ക് ശ്രേണി എഴുതി കൂടെ. അപ്പോൾ ഒന്നാമത്തെ 1 അല്ലേ. പിന്നെ പൊതുവ്യത്യാസം 16, 16നോട് 1 കൂട്ടിയാൽ എത്രയാണ് 17 അല്ലേ. പിന്നെ 17നോട് 16 കൂട്ടിയാൽ എത്രയാണ് 17 16 കൂട്ടിയാൽ
33 അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അത് 33. ഇനി അടുത്ത എന്താ? 33നോട് പൊതുവ്യത്യാസമായ 16 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 49 അല്ലേ? 49 കിട്ടും. ഓക്കെ, ഇനി 49നോട് 16 കൂട്ടിയാൽ എത്ര കിട്ടുക? 65 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെന്താ ശ്രേണിയിലെ എക്സെട്ര എന്ന് പറഞ്ഞ് പോകില്ലേ. അപ്പം നോക്കിയേ, നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് ശരിയാണോ നോക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യത്തെ 4 ടേം കൂട്ടിയാൽ 100 കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം നമുക്ക് ആദ്യത്തെ 100 എന്താണ്? 4 ടേം പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1, 17, 33, 49 കൂട്ടിയാൽ എന്താ കിട്ടുക? നമുക്ക് 1 + 17 + 33 + 49 ചെയ്ത് നോക്ക്, 100 കിട്ടുന്നത് ആണല്ലേ. അപ്പം നമ്മൾക്ക് ഒരു ശ്രേണി അങ്ങനെ കിട്ടി. ഇതൊക്കെ ദെൻ അടുത്തത് എന്താണ്? ഒരു ശ്രേണിയും കൂടി. എത്ര ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര ശ്രേണിയാണ് എഴുതേണ്ടത്? 4 സമാന്തര ശ്രേണി എഴുതണം അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം? ഒരു ശ്രേണിയും കൂടി എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ശ്രേണിയും കൂടി എഴുതിയാൽ ഇവിടെ ഒരു വര വരയ്ക്കുന്നുണ്ട് കേട്ടോ ടീച്ചർ. ഇനി ആദ്യ പദം എന്താക്കിയെടുക്കാം നമ്മൾക്ക്? ഇനി നമുക്ക് ഫസ്റ്റ് ടൈം എന്താക്കിയെടുക്കുകയാണ്? ഞാൻ 4 ആക്കി എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം = ഒന്നാം പദം സമം എന്താണ്? ഒന്നാം പദം സമം 4. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കാം അല്ലേ. നാലാം പദം എന്തായിരിക്കും? അപ്പം നാലാം പദം സമം എന്താണ്? 50 - 4 അല്ലേ. ഈ 50 എവിടുന്നാണ് കിട്ടിയിരുന്നത്? ഓർമ്മ ഉണ്ടോ? 50 - 4 എത്രയാണ്? 46. എവിടുന്നാണ് കിട്ടിയിരുന്നത്? 46 കേട്ടോ. എവിടുന്നാണ് കിട്ടിയത്? നമുക്കറിയാം എന്ത്? ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയതിനോട് എന്താണ്? സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂട്ടിയത് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ 4 ടേം കൂടി കൂട്ടിയാൽ 100 ആണെങ്കിൽ എന്താണ്? ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ 50 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാം പദം 4ാം പദം കൂടി കൂട്ടി 50, അതുപോലെ 2ാം പദവും 3ാം പദവും കൂടി കൂട്ടിയാൽ എന്തായിരിക്കും? 50 ആയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് 50 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഒക്കെ കിട്ടുന്ന നിങ്ങൾ എന്താക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ നോട്ട്ബുക്ക് അല്ലേ. നമുക്ക് കിട്ടുന്ന പോയിന്റുകളൊക്കെ എഴുതിയെടുക്കാൻ എന്താണ്? നോട്ട്ബുക്ക്. പിന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആ നോട്ട്ബുക്ക് നോക്കി പഠിച്ചാൽ മതി അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ 4ാം പദം നമുക്ക് എന്താ കിട്ടിയത്? 46 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താക്കണം? ഇതിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ശ്രേണി എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ശ്രേണി എഴുതണം എന്നുണ്ടെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എന്താ? നമുക്ക് ഇത് 3ാമത്തെ ശ്രേണി കേട്ടോ. 3ാമത്തെ ശ്രേണിയാണ് കേട്ടോ. 1ാമത്തെ ചോദ്യത്തിലുള്ള 4 ശ്രേണികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3ാമത്തെ ശ്രേണിയാണ് നമ്മൾ എഴുതുന്നത്. ഇതിൽ നമുക്ക് എന്താക്കണം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യ പദത്തിനോട് 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് വരുന്നത്? 4ാം പദമായ 46 കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇതിന്ന് എന്താക്കുക? ഇതിന്ന് 3D = പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക അല്ലേ. 3D = 46 - 4 എത്രയാണ്? 46 - 4 = 42 അല്ലേ. 42. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. D = എന്താണ്? 42 / ഹരിക്കണം 3 അല്ലേ. അപ്പോൾ 42 ഹരിക്കണം 3 എത്രയാണ്? = എത്രയാണ്? 42 ഹരിക്കണം 3 1 6 അല്ലേ. 16 വരുന്നത് 14 അല്ലേ. 42 ഹരിക്കണം 3 എത്രയാണ്? 14 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക? പൊതുവ്യത്യാസം കിട്ടി അല്ലേ. ഇനി എന്താക്കണം? പൊതുവ്യത്യാസം കിട്ടി അല്ലേ. ഇനി നമുക്ക് ആദ്യ പദം അറിയാലോ, 4 അല്ലേ. ഇനി അപ്പം നമ്മളെ ശ്രേണി എന്താണ്? 1ാം പദം എന്താണ്? 4 അല്ലേ. ഓക്കെ, 2ാം പദം എന്താണ്? 4നോട് 14 കൂട്ടിയാൽ എത്രയാണ്? 4നോട് 14 കൂട്ടിയാൽ 18 അല്ലേ. 18. ഓക്കെ, 18നോട് 14 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 18നോട് 14 കൂട്ടിയാൽ എത്ര? സൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടുക? 32 കിട്ടും അല്ലേ. ഓക്കെ, 32നോട് 14 കൂട്ടിയാൽ എന്താ വരിക? 32നോട് 14 കൂട്ടിയാൽ എന്താ? നമുക്ക് സൈഡിലും ചെയ്ത് നോക്കിയേ 46 അല്ലേ. ഓക്കെ, അതാണ് നമ്മൾ ശ്രേണി അല്ലേ. 46. ഓക്കെ, 46. ഓക്കെ, ഇനി നമ്മൾ ശ്രേണി ശരിയാണോ നോക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയേ. 4 + 46 + 4 + 18 + 32 + 46 എത്ര? 100 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ ശ്രേണിയും ശരിയാണ് അല്ലേ. ഇനി അടുത്ത 3ാമത്തെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യത്തെ പദം 10 എടുത്ത്, 2ാം പദം 2 എന്താണ്? ആദ്യ പദം 1 എടുത്തു. 3ാമത്തെ ശ്രേണിയിൽ ആദ്യ പദം 4 എടുത്ത് അല്ലേ. ഇനി ഒരു ശ്രേണിയും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യ പദം എന്തെടുക്കും? ഇനി ഞാൻ 7 എടുക്കുക കേട്ടോ ആദ്യ പദം. അപ്പോൾ ആദ്യ പദം നിങ്ങൾ 7 എടുത്ത് ചെയ്ത് നോക്കിയേ. അപ്പം 4ാം പദം എന്തായിരിക്കും? 4ാം പദം സമം എന്ത് കിട്ടും?
ഓക്കെ, അടുത്ത ഞാൻ ഫസ്റ്റ് ടൈം എന്താക്കി ഒന്നാം പദം 7 നിർത്തി അല്ലേ. അപ്പൊ നാലാം പദം 50 7 കുറച്ച് 43 കിട്ടും അല്ലേ. അപ്പൊ ഇനി എന്താക്കുക, ആദ്യ പദത്തിനോട് എന്താണ് 3 കോമൺ ഡിഫറൻസ്, അതായത് 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നാലാമത്തെ പദമായ 43ലേക്ക് എത്തുക അല്ലെ. അങ്ങനെ ആകുമ്പോൾ 7 ആദ്യ പദം 7 അല്ലേ, A+3 കോമൺ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 3 D = നാലാം പദം എന്ന് പറയുമ്പോൾ എത്രയാണ് 43 അല്ലെ. ഇനി എന്താണ് ഇത് 3 D അവിടെ നിർത്തിയിട്ട് നമ്പറിനെയൊക്കെ ഈക്വലിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുക അല്ലെ. ഈ D മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, പൊതുവ്യത്യാസം മാത്രം ഇവിടെ ഉണ്ടാക്കിയിട്ട് ബാക്കി നമ്പറിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 3 D = 43, ഈക്വലിന്റെ അപ്പുറത്തുള്ള ആ നമ്പറിനെ ആദ്യം എഴുതണം കേട്ടോ, എന്നിട്ട് ഇപ്പുറത്തുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇനി 43 7 കുറച്ച് എത്രയായി 36 കിട്ടും അല്ലേ. അപ്പൊ D = 36 ഹരിക്കണം 3 = 12. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് എന്ത് കിട്ടി 12 കിട്ടി അല്ലേ. അപ്പൊ ആദ്യ പദം 7 ആണല്ലോ, അപ്പൊ 7നോട് 12 കൂട്ടിയ എത്രയാണ് 19, 19നോട് 12 കൂട്ടിയ എത്രയാണ് 31, 31നോട് 12 കൂട്ടിയ എത്രയാണ് 43 അല്ലേ. ഓക്കെ, അങ്ങനെ പോകും. ഇത് ശരിയാണോ നോക്കാം. എന്താ ഇതെല്ലാം കൂടി ഈ 4 പദം കൂടി കൂട്ടിയിട്ട് എന്താണ് നമുക്ക് 100 കിട്ടണം അല്ലേ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 100 കിട്ടുന്നില്ലേ, കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കി ആദ്യ പദം എന്താക്കി 10 എടുത്തപ്പോൾ 10 20 30 40 എന്ന് പറഞ്ഞ എന്താണ് ശ്രേണി കിട്ടി. രണ്ടാമത്തെ നമ്മൾ എന്താണ് ആദ്യ പദം എന്താ എടുത്തത് 1 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആ ശ്രേണി 1 17 33 49 എക്സെട്ര കിട്ടും അല്ലേ. അടുത്ത് 3 എന്താണ് ആദ്യ പദം 4 എടുത്തു. അപ്പൊ നമുക്ക് എന്താക്കുക ആ ശ്രേണി 4 18 32 46 കിട്ടി. ദെൻ അടുത്ത ഞാൻ എന്താ ആദ്യ പദം 7 എടുത്തു അല്ലേ. എന്നിട്ട് എന്താക്കി അതിന് ശ്രേണി നമുക്ക് എന്ത് കിട്ടി 7 19 21 43 എക്സെട്ര അല്ലേ. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം കൂടി അതിന്റെ തുക അറിഞ്ഞ് 100 തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് 100 തന്നെയാണ് കിട്ടുന്നത് നോക്കുക. ആദ്യ പദവും രണ്ടാം പദവും മൂന്നാം പദവും നാലാം പദവും കൂട്ടിയത് 100 തന്നെയാണ് കിട്ടുന്നത് നോക്കണം കേട്ടോ, ചെക്ക് ചെയ്യണേ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ, ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉം ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കുക. അപ്പൊ അതെങ്ങനെ നമ്മൾ കണക്കാക്കുക, ആദ്യത്തെ 6 പദങ്ങളുടെ തുക അല്ലെ, ഒന്നാം പദം 5 തന്നിട്ടുണ്ട് അല്ലെ. ഇനി ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണല്ലോ. അപ്പൊ നമുക്ക് ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം അങ്ങനെ പദങ്ങളൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ആറാം പദം. ഓക്കെ, ആറാം പദം. ഈ 6 പദങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 105 ആണ് അല്ലെ തുക. 6 പദങ്ങളുടെ തുക എത്രയാണ് 105 ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ 1ഉം 6ഉം ഈ ഒന്നാം പദവും ആറാം പദവും കൂട്ടിയതിനോടും രണ്ടാം പദവും അഞ്ചാം പദവും കൂട്ടിയതിനോടും മൂന്നാം പദവും നാലാം പദവും കൂടി കൂട്ടിയത് എന്താണ് ഈക്വലാന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ഈ 3 ഇതും കൂടി കൂട്ടിയത് എന്താണ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ 1ഉം 6ഉം കൂട്ടിയത് എത്രയാ നോക്കുക. അതിപ്പോ 20 ആണെങ്കിൽ 2ഉം 5ഉം കൂട്ടിയത് 20 ആവണം, 3ഉം 4ഉം കൂട്ടി 20 ആവണം അല്ലെ. അപ്പൊ എത്ര 20 വന്ന് 3 20 എന്നല്ലോ. അപ്പൊ 3 20 എന്ന് പറയുമ്പോ എന്താ 60 ആവുകയുള്ളൂ. അപ്പൊ ആ പദം അതല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് 105 ആണ് നമുക്ക് കിട്ടേണ്ട തുക അല്ലെ. എല്ലാം കൂടി കൂട്ടിയാൽ 105. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ 60നോട് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 20 കിട്ടും. അപ്പൊ മറ്റെന്താണ് 1ഉം 6ഉം കൂട്ടി 20 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് 105നോട് ഈ എത്ര ഇതുണ്ട് നോക്കുക, എന്നിട്ട് ആ നമ്പറിനോട് ഈ നമ്പർ ഡിവൈഡ് ചെയ്താൽ മതി. എത്ര ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഉണ്ട് 3 4 1 2 5 2 1 6 എത്രയാണ് 3 അല്ലെ. ഇപ്പൊ 3 നമ്പർ ഉണ്ട് അല്ലെ. അപ്പൊ 105നോട് എന്താക്കുക 3 ഡിവൈഡ് ചെയ്താൽ ഈ 1ഉം 6ഉം കൂട്ടിയേ കിട്ടും. ഓക്കെ, അപ്പൊ 105 ഹരിക്കണം 3 എത്രയാണ് 105 ഹരിക്കണം 3 ഈക്വൽ ടു എത്ര കിട്ടും 105 ഹരിക്കണം 3 5 35 അല്ലേ. 35 വരുന്നത് ആണോ. അപ്പൊ 35 3 5 15 1 15 3 3 9 9 10 അല്ലേ. 105 35 അല്ലേ. അപ്പൊ നമുക്ക് ഒന്നാം പദവും ആറാം പദവും കൂട്ടിയ എന്താണ് 35 ആണ്. ഇനി രണ്ടാം പദവും അഞ്ചാം പദവും കൂട്ടിയ എന്താണ് 35. അതുപോലെ മൂന്നാം പദവും നാലാം പദവും കൂട്ടിയ 35. അപ്പം എത്ര 35 ആയി 3 35 ആയല്ലോ. 35 + 35 + 35 എത്ര 105 അല്ലേ. അപ്പൊ ഇവിടെ തുക 105 തന്നിട്ടല്ലേ. ഈ 6 പദങ്ങളുടെയും തുക 105 കിട്ടി. അപ്പൊ 35 കിട്ടിയ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഈ മൂന്നാം പദവും നാലാം പദവും കൂട്ടിയ നമ്പറും രണ്ടാം പദവും അഞ്ചാം പദം കൂട്ടിയ നമ്പറും ഒന്നാം പദം ആറാം പദം കൂട്ടിയ നമ്പറും എല്ലാം കൂടി കൂട്ടിയ 105 ആന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ ഈക്വൽ ആണെന്നും പറഞ്ഞില്ലേ. 3ഉം 4നോട് ഇപ്പൊ മൂന്നാം പദവും നാലാം പദവും കൂട്ടിയ തുകനോട് രണ്ടാം പദവും അഞ്ചാം പദത്തിന്റെയും തുകയും ആറാം പദത്തിന്റെയും ഒന്നാം പദത്തിന്റെയും തുക എന്താണ് തുല്യാന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് എന്താണ് 105 ആണ് എല്ലാം കൂടി കൂട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കുക നമുക്ക് 35 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഒന്നാം പദം ആറാം പദം എന്താണ് 35 ആണ് അല്ലെ. ഇനി ഇവിടെ ഒന്നാം പദം എന്താ 5 തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആറാം പദം എന്തായിരിക്കും ഒന്നാം പദം നമുക്ക് എന്താണ് 35 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാം പദം എന്താണ് ഒന്നാം പദം നമുക്ക് എന്താണ് 5 തന്നിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ആറ് പദങ്ങളുടെ തുകയല്ലേ. അപ്പോൾ ഒന്നാം പദം 5 എന്നുണ്ടെങ്കിൽ 1ഉം 6ഉം കൂടി കൂട്ടിയ 35 നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആറാം പദം എന്തായിരിക്കും ഇവിടെ? 6th ടേം ഈസ് ഈക്വൽ ടു 6th ടേം എന്താണ് ഇവിടെ വരുന്നത്? ആറാം പദം സമം 35 5 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 35 - 5 ഈക്വൽ ടു എത്രയാ? 30 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആറാം പദം നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ഇനി ആറാം പദം 30 എന്ന് കിട്ടിയാൽ നമുക്ക് എന്താണ് ഇനി കിട്ടുക? ഒന്നാം പദവും ആറാം പദവും നമുക്ക് 30 എന്ന് കിട്ടി. ഒന്നാം പദവും ആറാം പദവും 30 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ നമുക്ക് ആ എന്താണ് ശ്രേണി കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? ആദ്യ പദത്തിനോട് 6 എത്ര പൊതുവ്യത്യാസം കൂട്ടേണ്ടത് നോക്കിയാൽ ആദ്യ പദത്തിനോട് എത്ര പൊതുവ്യത്യാസം കൂട്ടുണ്ട്? ഇതിനോട് 1 പൊതുവ്യത്യാസം, 2 പൊതുവ്യത്യാസം, 3 പൊതുവ്യത്യാസം, 4 പൊതുവ്യത്യാസം, 5 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് വരുന്നത്? ആറാം പദത്തിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ 6 1 കുറച്ചാൽ 5, 5 കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം? ഈ ആദ്യ പദത്തിലെ എത്ര? 5 അല്ലേ. ആദ്യ പദത്തിനോട് എത്ര പൊതുവ്യത്യാസമാണ്? 5 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് ആറാം പദമായ 30 കിട്ടുന്നത്. മനസ്സിലായോ? ഇനി ഇതെന്താക്കണം? നമുക്ക് പൊതുവ്യത്യാസം നിന്ന് നേരിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 5D = എന്താണ്? 30 നിന്ന് 5 കുറയ്ക്കുക അല്ലേ. 30 നിന്ന് 5 കുറച്ചാൽ എത്രയാ? ഈക്വൽ ടു 25. ഇനി D = നമുക്ക് എന്ത് എഴുതാം? D = 25 / 5 ചെയ്യുക അല്ലേ. 25 / 5 എന്ന് പറഞ്ഞാൽ എത്ര? 5. അപ്പോൾ നമുക്ക് എന്താണ് പൊതുവ്യത്യാസം 5 എന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഞാൻ എന്താ ഇവിടേക്ക് ഇങ്ങോട്ട് എഴുതുക കേട്ടോ. സോറി പൊതുവ്യത്യാസമല്ലേ ഇവിടെ. എന്താ അപ്പം 30 - അപ്പോൾ പൊതുവ്യത്യാസം 5 കിട്ടിയല്ലോ. ആദ്യപദം 5 ആണല്ലോ, പൊതുവ്യത്യാസം 5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ആദ്യപദം 5 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ആദ്യപദം 5 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം 5 ആണെങ്കിൽ എന്താണ്? പൊതുവ്യത്യാസം ഇങ്ങനെ കൂട്ടിപ്പോയാൽ പോരെ. അപ്പോൾ കൂട്ടിപ്പോയല്ലേ. 5നോട് 5 കൂട്ടിയാൽ എത്രയാണ്? 10. 10നോട് 5 കൂട്ടിയാൽ എത്ര? 15. 15നോട് 5 കൂട്ടിയാൽ എത്ര? 20. 20നോട് 5 കൂട്ടിയാൽ എത്ര? 25. 25. 25നോട് 5 കൂട്ടിയാൽ എത്ര? 30 അല്ലേ. 30നോട് 5 കൂട്ടിയാൽ 35 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. അപ്പം നമുക്ക് എന്താണ് ഇനി നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്? ഇത് ശരിയാണോ ചെക്ക് ചെയ്യണ്ടേ? ശരിയാണോ ചെക്ക് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശരിയാണോ ചെക്ക് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യത്തെ 6 പദങ്ങളുടെ നിങ്ങൾ 105 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 6 പദങ്ങൾ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ. 105 ആണ് കൂട്ടുന്നത്. 30 5 40 40 30 25 എത്രയാ? 30 25 55 65 75 75 80 90 100 105 കിട്ടുന്നത് ശരിയല്ലേ. അപ്പം നമ്മളെ ശ്രേണി ഇതാണ് കേട്ടോ. എന്താണ് 6 പദങ്ങൾ കണക്കാക്കി പറഞ്ഞാൽ 5 10 15 20 25 30 35 എക്സെട്ര. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക 50. ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണക്കാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക 50. 7ന്റെയും 8ന്റെയും കേട്ടോ. അപ്പൊ അടുത്തടുത്തുള്ള നമ്പറാണ് അല്ലേ. അപ്പൊ 7ന്റെയും 8ന്റെയും തുക എന്ന് പറയുന്നത് എന്താണ്? 50. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഞാൻ പദങ്ങൾ എഴുതിയ കേട്ടോ. 7ാം പദത്തിന്റെ 8ാം പദത്തിന്റെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7 8 എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ. ഇതും അല്ലേ. ഇതിന്റെ തുക എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50 പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 50. ഇതിന്റെ തുക നമുക്ക് 50 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 14 പദങ്ങളുടെ തുക കണക്കാക്കണമെങ്കിൽ ഇത് 2 50 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 6ഉം 9 എന്തായിരിക്കും? 50 ആയിരിക്കൂലേ. അപ്പൊ 6ഉം 9 എന്താണ്? 50 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈ 6ഉം 9 എന്താണ്? ഈ 6ഉം 9 എന്താണ്? 50 ആയിരിക്കും. അതുപോലെ അത് കഴിഞ്ഞുള്ള 10ഉം ഇതിന്റെ മുന്നിലുള്ള 5ഉം 10ഉം എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? 4ഉം 11 എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, 4ഉം 11 അല്ലേ. പിന്നെന്താണ്? 3ഉം 12ഉം എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച സംഭവമാണ് അല്ലേ. 3ഉം 12ഉം എന്താണ്? 50 ആയിരിക്കും. ഇനി 2ഉം 13ഉം എന്തായിരിക്കും?
14 പദങ്ങളുടെ തുകയല്ലേ കാണാൻ പറഞ്ഞത്. അപ്പോൾ 14 പദങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി 2ഉം 13 എത്ര ആയിരിക്കും? 2ഉം 13ഉം കൂടി എന്തായിരിക്കും? 50 ആയിരിക്കും അല്ലേ. അതുപോലെ എന്താണ് 1ഉം 14ഉം കൂടി കൂട്ടിയെന്ന് എന്തായിരിക്കും? 50 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി എന്താണ് കൂട്ടിയാൽ പോരെ. ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണക്കാക്കാൻ പറഞ്ഞാൽ അപ്പോൾ എത്ര 50 ഉണ്ട്? ഇതാ ഇവിടെ 7 8 പറയുമ്പോൾ 1 അല്ലേ, 6 9 പറയുമ്പോൾ 2, പിന്നെ അടുത്ത് 5ഉം 10 അല്ലേ, അത് 3, അടുത്ത് 4ഉം എത്രയാ? 4ഉം 11 അല്ലേ. അപ്പോൾ എത്രയായി നോക്കൂ? 1 2 3 4 5 6 7 750 അല്ലേ. അപ്പോൾ 7 × 50 എത്രയാണ്? 7 × 50 350 അല്ലേ. 7 5 35 അല്ലേ. അപ്പം 35, അപ്പോൾ എത്രയാണ്? 50 അല്ല 350 ആയിരിക്കും അല്ലേ. ആദ്യത്തെ 14 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 350 ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. 7ാമതിനും 8ാമതിനും തുക 50 ആണെങ്കിൽ ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണക്കാക്കാന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇത് വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക? ഈ 50കളെല്ലാം കൂടി ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 350 കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ. എന്താണ് അടുത്ത ചോദ്യം? ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യ പദം 30 തന്നിരിക്കുന്നത്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആവുമ്പോ എന്താണ്? ആദ്യ പദം 30 ആണെങ്കിൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ചോദ്യം ഇതാണ്. ആദ്യ പദം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്? ആദ്യത്തെ 3 പദങ്ങളുടെ തുക അതാണ് 1 2 3. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 ആണ് അല്ലെ. അതിൽ ആദ്യ പദം 30 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പദം 30 തന്നിട്ടുണ്ടെങ്കിൽ ഈ 3 പദങ്ങളുടെ തുക എന്താണ്? 300 ആണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? നമ്മളൊരു സംഭവം പഠിച്ചിരുന്നു അല്ലേ. എന്താണ്? ഇപ്പം ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണാണ് തന്നിരിക്കുന്നത്, ആ നമ്പർ കൂട്ടിയാൽ ആ നമ്പറിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹരിച്ചാൽ എന്താണ്? നടുക്കത്തെ നമ്പർ കിട്ടുമെന്ന് നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ചിരുന്നു അല്ലേ. ഓർമ്മ ഉണ്ടോ? അപ്പൊ 3 സംഖ്യകൾ തന്നാൽ അല്ലെങ്കിൽ 3 സംഖ്യകളുടെ തുക തന്നാൽ എന്താണ്? ആ നടുക്കത്തെ നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ തന്നെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക അല്ലെ, സമ്മ് തന്നിട്ടുണ്ട്, തുക തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ നടുക്കത്തെ സംഖ്യ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ തുകനോട് ആ എണ്ണം എന്താക്കിയാൽ മതി? ഹരിച്ചാൽ മതി അല്ലെ. അപ്പൊ തുക എത്ര? ഇവിടെ 300. 300നോട് എണ്ണ എത്രയാ? 3. 300നോട് 3 എന്താക്കുക? നിങ്ങൾ ഹരിക്കുക. അപ്പൊ 300നോട് 3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 100 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കുക? രണ്ടാം പദം, അതായത് നടുക്കുള്ള പദം എന്ത് കിട്ടി? 100 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നടുക്കുള്ള പദം 100 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യ പദം നമുക്കറിയാം, രണ്ടാം പദവും നമുക്കറിയാം അല്ലെ. ഇനി 3ാം പദം കണ്ടുപിടിച്ചൂടെ? ഇങ്ങനെ കണ്ടുപിടിക്കുക. അതൊന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക അല്ലെ. ഇപ്പൊ 100ൽ നിന്ന് 30 കുറച്ചാൽ എത്രയാണ്? 100ൽ നിന്ന് 30 കുറച്ചാൽ എത്ര? 70 അല്ലെ. അപ്പൊ 70 ആണ് എന്ത് ഇവിടുത്തെ പൊതുവ്യത്യാസം. അപ്പൊ 70 കൂട്ടി പോയാൽ പോരെ. അപ്പൊ 30നോട് 70 കൂട്ടിയാൽ 100, 100നോട് 70 കൂട്ടിയാൽ എത്രയാണ്? 170 അല്ലെ. ഓക്കെ, 170. അപ്പം ആദ്യത്തെ 3 പദങ്ങൾ ഇതല്ലേ വരുന്നത് നോക്കിയേ. അപ്പൊ ഈ 3 പദങ്ങളും കൂട്ടിയാൽ എന്താണ്? 300 കിട്ടുന്നില്ലേ നോക്കിയേ. 100 പിന്നെ 100 പ്ലസ് 30 130 130 പ്ലസ് 170 എത്രയാ? 300 അല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ ആദ്യ പദം 30 ആയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ആദ്യ പദം 30, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യ പദം എന്താണ്? 30 ആണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്താണ്? 300. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ? ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്രയാണ്? 300 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്രയാണ്? 300 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 എന്നാണെങ്കിൽ നമുക്ക് അറിയാം എന്ത്? ഇത് 4 പദങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത് ഈ രണ്ടാമത്തെ പദവും 3ാമത്തെ പദവും അതുപോലെ 1ാമത്തെ പദവും 4ാം പദവും കൂട്ടിയ എന്താണ്? ഈക്വലാന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 4 പദങ്ങൾ കൂട്ടിയത് എന്താ? 300 അറിയെങ്കിൽ എന്താണ്? 300ന്റെ പകുതി എത്രയാണ്? 150 അല്ലെ. അപ്പൊ ഈ 2ാം പദവും 3ാം പദവും കൂട്ടിയ എത്രയാണ്? 150. അതുപോലെ 1ാം പദവും 4ാം പദവും കൂട്ടിയ എത്രയാണ്? 150. 150 പ്ലസ് 150 300 കിട്ടിയല്ലോ. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 പദങ്ങളുടെ 300 അല്ലെ. ഇനി ആദ്യ പദം 30 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യ പദം എന്താണ്? 30 ആണ്. അപ്പൊ 2ാം പദം എന്തായിരിക്കും? 2ാം പദം നമുക്കറിയില്ല അല്ലെ. പിന്നെ 3ാം പദം നമുക്കറിയില്ല. 4ാം പദം എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2ാം പദവും 3ാം പദവും കൂടി കൂട്ടിയ എത്ര? 150 ആണ്. 1ാം പദവും 4ാം പദവും കൂടി കൂട്ടിയ എന്തായിരിക്കും? 150 ആയിരിക്കും അല്ലെ. അപ്പൊ 4ാം പദം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 150ന്ന് ഈ 30 കുറച്ചാൽ പോരെ. അപ്പൊ 150ന്ന് 30 കുറച്ചാൽ എന്താ കിട്ടുക? 120 കിട്ടും അല്ലെ. ഓക്കെ, 120 കിട്ടും. എത്രാമത്തത്? 4ാം പദം 120 കിട്ടും.
ഓക്കെ, 4 പദം 120 കിട്ടും. അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്കറിയാം, എന്ത് ഇതിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ 1-ാം പദത്തിനോട് 4-ാം പദത്തിൽ എത്താൻ എത്ര പൊതുവ്യത്യാസം കൂട്ടണം? എത്ര കൂട്ടിയാലാണ് ഈ 4-ാം പദം കിട്ടുക? 1, 2, 3. 4-ന്ന് 1 കുറച്ച് 3 അല്ലേ. 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് 4-ാം പദത്തിലേക്ക് എത്തുക അല്ലേ. അപ്പൊ ആദ്യ പദത്തിനോട് ഏതാണ്? ആദ്യ പദം എന്താണ്? 30 അല്ലേ. 30നോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 4-ന്ന് 1 പോയ 3. 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 4-ാം പദമായ 120 കിട്ടുക. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്താക്കുക? നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പം 3D = എന്താക്കുക? 3D = 120 മൈനസ് എത്ര? 30 അല്ലേ. ഈക്വൽ ടു എന്താ വരിക? 120 30 കുറച്ച് എത്ര? 90 അല്ലേ. 90. 3D = 90 കിട്ടി അല്ലേ. ഇനി D = എന്താണ്? 90 ഹരിക്കണം 3 ഈക്വൽ ടു എത്രയാണ്? 30 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് എന്ത് കിട്ടി? 30 കിട്ടിയോ? അപ്പോൾ ആദ്യ പദം നമുക്കറിയാം, 4-ാം പദം നമുക്കറിയാം അല്ലേ. അപ്പോൾ ആദ്യ പദത്തിനോട് ഈ പൊതുവ്യത്യാസം കൂട്ടിപ്പോയാൽ പോരെ. അപ്പോൾ ആദ്യ പദം 30 ആണ് അല്ലേ. അപ്പം 30 30നോട് പൊതുവ്യത്യാസമായ 30 കൂട്ടിയാൽ എത്രയാ? 60. 60നോട് പൊതുവ്യത്യാസമായ 30 കൂട്ടിയാൽ എത്രയാണ്? 90. 90നോട് പൊതുവ്യത്യാസമായ 30 കൂട്ടിയാൽ എത്രയാണ്? 120 അല്ലേ. ഓക്കെ, ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പം നമുക്ക് ഈ 4 പദങ്ങളും കൂട്ടിയാൽ 300 കിട്ടുന്നുണ്ടോ നോക്കിയേ. അപ്പം 30, 60, 90. 90 180, 180, 120 എത്ര? 300 കിട്ടുന്നില്ലേ. അപ്പം നമ്മൾ ഇത് ശരിയാണ് അല്ലേ. അപ്പോൾ ആദ്യ പദം 30ഉം ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ മനസ്സിലായല്ലോ. ഇവിടെ 300 ആണ് ആദ്യ 4 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 300. അപ്പം നമുക്ക് ഇങ്ങനെ കണ്ടാൽ എന്താണ്? അതിൻ്റെ ജോഡികൾ എന്താണ്? ഈക്വലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2ഉം 3ഉം കൂട്ടുന്നതിൻ്റെ, അതായത് 2-ാം പദം 3-ാം പദത്തിൻ്റെയും തുകയും 1-ാം പദത്തിൻ്റെയും 4-ാം പദത്തിൻ്റെയും തുക ഈക്വലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്താക്കുക? ഇത് 300 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കുക? 150 എടുക്കുക. അപ്പോൾ 150 അല്ലേ. 2-ാം പദം 3-ാം പദം കൂടി കൂട്ടിയാൽ 150. അത് 1-ാം പദം 4-ാം പദം കൂടി കൂട്ടിയാൽ 150 അല്ലേ. അപ്പം 1-ാം പദവും 4-ാം പദവും 150 ആണെങ്കിൽ 1-ാം പദം നമ്മൾ ആദ്യ പദം 30 തന്നിട്ടുണ്ടെങ്കിൽ 4-ാം പദം എന്തായിരിക്കും? 150-ന്ന് 30 കുറച്ചാൽ 120 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ എന്നിട്ട് എന്താക്കുക? നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിച്ച ശേഷം നമുക്ക് എന്താക്കുക? ശ്രേണി എഴുതുക. ദെൻ അടുത്ത എന്താ ചോദ്യം? ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യ പദം എന്താണ്? 30 തന്നിരിക്കുന്നത്. ആദ്യത്തെ പദം എത്രയാണ്? 30. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? പിന്നെ തന്നിരിക്കുന്നത് എത്ര പദങ്ങളുടെ തുകയാണ്? എന്താണ്? ആദ്യത്തെ 5 പദങ്ങൾ അല്ലേ. അപ്പം 3, 4, 5. ഈ 5 പദങ്ങളുടെ തുക എന്താണ്? എത്ര തന്നിരിക്കുന്നത്? 300 തന്നില്ലേ. ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5. 5 പദങ്ങളുടെ തുക 300 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ അവിടെ പദങ്ങളൊന്ന് എഴുതിച്ചെന്ന് എഴുതുകയാണ് കേട്ടോ. 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, 5-ാം പദം. ഓക്കെ, 5 പദം. ഈ 5 പദങ്ങളുടെ തുക 300 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഇത് എന്തെങ്കിലും കിട്ടുമോ നോക്കിയാൽ ഈ നടുക്കുള്ള പദം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആ തുകന്റെ എന്താണ്? തുകനെ കൊണ്ട് നമ്പർ ഡിവൈഡ് ചെയ്താൽ പോരെ? മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഈ തുക നമുക്ക് 300 നിന്നില്ലേ. എണ്ണം 5. 300 ഹരിക്കണം 5. അപ്പോൾ 3-ാം പദം നമുക്ക് കിട്ടി അല്ലേ. 300 ഹരിക്കണം 5 എത്രയാണ്? 300 ഹരിക്കണം 5. അപ്പൊ 60. അപ്പൊ 3-ാം പദം നമുക്ക് എന്ത് കിട്ടി? 60 കിട്ടി. 60 കിട്ടി എങ്ങനെയാണ്? ഇത് 5 പദങ്ങളാണല്ലേ അല്ലേ. അപ്പൊ നമ്മൾ എന്താണ്? ഒറ്റപ്പദാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഒറ്റപ്പദാണെങ്കിൽ എന്താക്കുക? നമ്മൾ ആ തുകനെ കൊണ്ട് ആ എണ്ണ ഹരിച്ചാൽ നടുക്കുള്ള പദം കിട്ടും. ഇനി ഇരട്ട സംഖ്യ ആണെങ്കിൽ വരുന്നെങ്കിലോ ആ 2 നമ്പറുകൾ കൂട്ടിയതിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? 3-ാം പദം നമുക്ക് എന്ത് കിട്ടി? 300 ഹരിക്കണം 5 എത്രയാ? 60. അപ്പൊ 3-ാം പദം നമുക്ക് 60 കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ 3-ാം പദം 1, 2, 3-ാം പദം നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ഓക്കെ, 3-ാം പദം നമുക്ക് 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? പൊതുവ്യത്യാസം ഇതൊന്ന് നേരിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂടി കൂട്ടിയതിനോട് 2 ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം 30 + 60
എത്രയാ 90. 90/2 എത്രയാ 45 അല്ലേ. അപ്പൊ രണ്ടാമത് നമുക്ക് എന്ത് കിട്ടി 45 കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചൂടെ. രണ്ടാമത് മൈനസ് ഒന്നാമത് അല്ലേ. അപ്പൊ എന്താണ് അപ്പൊ രണ്ടാമത് മൈനസ് 45 അല്ലേ. 45 മൈനസ് 30 എത്രയാ 15 അല്ലേ. 15 അല്ലേ. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് 15 കിട്ടിയില്ലേ. പൊതുവ്യത്യാസം നമുക്ക് ഇവിടെ എന്താണ് 15 കിട്ടി. എങ്ങനെ കിട്ടി മനസ്സിലായില്ലേ. 45 30 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ 15 കിട്ടി. അതാണ് പൊതുവ്യത്യാസം. ഇനി 15 കൂട്ടി പോയാൽ പോരെ. 60നോട് 15 കൂട്ടിയാൽ എത്രയാ 75 അല്ലേ. 75നോട് 15 കൂട്ടിയാൽ എത്രയാ 75നോട് 15 കൂട്ടിയാൽ 90 അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ആ കിട്ടിയല്ല ശ്രേണി 30 45 60 75 90 അല്ലേ. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾക്ക് ഈ 5 പദങ്ങളുടെ തുക നോക്കി നോക്കുക. 300 കിട്ടുന്നത് നോക്കിയാൽ 1 2 3 4 5 അല്ലേ. അപ്പോൾ 300 കിട്ടുന്നത് നോക്കിയാൽ 90 30 പ്ലസ് 45 30 പ്ലസ് 45 പ്ലസ് 60 പ്ലസ് 75 പ്ലസ് 90 300 അല്ലേ കിട്ടുന്നത് ആണ് അല്ലേ. അത് സൈഡ് ചെയ്ത് നോക്കുക. അപ്പം 300 കിട്ടും. അപ്പൊ നമ്മൾ ഉത്തരം ശരിയാണ് അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300. അപ്പൊ ഇതിങ്ങനെ ചെയ്യാ. ആദ്യ പദം 30 ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300. ഇതിലെ എന്താണ് 5 പദങ്ങൾ തന്നില്ലേ. അപ്പം 5 പദങ്ങൾ ചെയ്ത് എന്താ മിഡിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ആ തുകനെ കൊണ്ട് എന്താണ് ആ നമ്പർ ഹരിച്ചാൽ എന്താണ് അതിന്റെ നടുക്കുള്ള പദം കണ്ടുപിടിക്കും അല്ലേ. ഇനി 6 പദങ്ങളല്ല വരുന്നത്. 1 2 3 4 5 6 അല്ലേ. 6 പദങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിലും എന്താണ് തുകനോടെ നമ്പർ ഹരിച്ചാൽ നമുക്ക് എന്താണ് മിഡിൽ നമ്പർ ഇതിൽ എന്താന്ന് നമുക്ക് അറിയില്ല അല്ലേ. നടുക്കത്തെ നമ്പർ ഇതില്ലല്ലോ ഇല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവിടെ നോക്കുക. ഈ 3 4 കൂട്ടിയതിനോടും അതിൻ്റെ തുകയും 2 5 എന്തിൻ്റെയും തുകയും 1ാം സ്ഥാനത്തിൻ്റെയും 6ാം സ്ഥാനത്തിൻ്റെയും തുക എന്താണ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ഈക്വൽ ആയിട്ടുള്ള നമ്പർ വരുന്നുണ്ട് 1 2 3 അല്ലേ. അപ്പോൾ ഈ 6 പദങ്ങളും കൂടി കൂട്ടിയാൽ 300 പറഞ്ഞില്ലേ. അപ്പോൾ 300നോട് 3 നമ്മൾ എന്താക്കുക ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അപ്പം നമുക്ക് ഇത് കിട്ടും 100 കിട്ടും അല്ലേ. അപ്പം 300നോട് 3 ഡിവൈഡ് ചെയ്താൽ 100 കിട്ടും. അപ്പം 3 4 കൂട്ടിയതും എത്ര 100, 2 5 കൂട്ടിയത് 100, 1 6 കൂട്ടിയത് 100 അല്ലേ. അപ്പം എല്ലാം കൂടി കൂട്ടിയാൽ 100 100 100 300 ആയല്ലോ. അപ്പോൾ ഈ 6 പദങ്ങളുടെയും തുക 300. അപ്പം നമുക്കറിയാം 3ാം പദവും 4ാം പദവും കൂട്ടിയത് 100, 2ാം പദവും 5ാം പദവും കൂട്ടിയത് 100, 1ാം പദവും 6ാം പദവും കൂട്ടിയത് 100. ഓക്കെ. ഇനി ഇവിടെ ആദ്യ പദം 30 തന്നിട്ടുണ്ടല്ലോ. ആദ്യ പദം നമുക്ക് എന്താണ് 30 തന്നിട്ടുണ്ട് അല്ലേ. 4ാമത്തെ തട്ടത്. ഓക്കെ. ഇനി എന്താണ് ആദ്യ പദം എത്രയാണ് 30 തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 2ാം പദം നമുക്ക് അറിയില്ല. ഓക്കെ. 2ാം പദം നമുക്ക് അറിയില്ല. ഇനി 3ാം പദം നമുക്ക് അറിയില്ല. 4ാം പദം നമുക്കറിയില്ല. 5ാം പദവും നമുക്കറിയില്ല. 6ാം പദം നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ 1 6 കൂട്ടിയാൽ എന്താ 100 കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം 1 6 കൂട്ടിയാൽ 100 1ാം പദം 30 6ാം പദം എന്താണ് 100 ഈ 30 കുറച്ചാൽ പോരെ. 100 30 കുറച്ചാൽ എത്ര കിട്ടുക നമുക്ക് 100ൽ നിന്ന് 30 കുറച്ചാൽ 70 കിട്ടും. ഓക്കെ. അപ്പോൾ 70 കിട്ടിയല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് അപ്പോൾ 1ാം പദവും പിന്നെ നമുക്ക് എന്ത് കിട്ടി 6ാം പദവും എന്ത് കിട്ടി നമുക്ക് കിട്ടി അല്ലേ. 1ാം പദം 30 പിന്നെ 6ാം പദം നമുക്ക് 70 കിട്ടി. ഇനി നമുക്ക് എന്താക്കാം പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക അല്ലേ. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനോട് എത്ര കൂട്ടിയാലാണ് ഓക്കെ. ഇതിനോട് ഇനി എന്താണ് ഇതിനോട് എത്ര കൂട്ടിയാലാണ് ആദ്യ പദത്തിനോട് എത്ര കൂട്ടിയാലാണ് എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 6ാം പദമായ 70ലേക്ക് എത്തുക നോക്കുക. അപ്പം 6നോട് എന്ന് പറയുമ്പോൾ എത്ര 1ാം പദം എന്ന് പറയുമ്പോൾ എത്ര 1ാം പദത്തിനോട് 30നോട് അല്ലെ. 1ാം പദം എന്ന് പറയുമ്പോൾ 30നോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം. അപ്പം 6ാം പദമല്ലേ 6 1 പോയ 5 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് വരുന്നത് ഈ 6ാം പദമായ 70ലേക്ക് എത്തുന്നത് അല്ലേ. ഓക്കെ. ഇതൊന്നും എന്താക്കി നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പം 30 + 5 d = 70. അപ്പം 5d = എന്താക്കുക 70 - 30. ഓക്കെ. അപ്പോൾ 70 - 30 എത്രയാണ് = 40 ആണ് അല്ലേ. ഓക്കെ. ഇനി നമുക്ക് എന്താക്കുക d = 40/5 40
ഹരിക്കണം 5 എത്രയാ 40 ഹരിക്കണം 5 എത്രയാ 8 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം പൊതുവ്യത്യാസം 8 കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ താഴെ എഴുതുക കേട്ടോ. ഇവിടെ തന്നെ എഴുതണ്ട, നിങ്ങൾ താഴെ എഴുതുക. ടീച്ചർക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ എഴുതുക കേട്ടോ. ഇനി പൊതുവ്യത്യാസം ഇവിടെ കൂട്ടി പോവുക. 30നോട് 8 കൂട്ടിയാൽ എത്രയാ 38 അല്ലേ. 38. ഇനി നമുക്ക് അപ്പോൾ രണ്ടാം പദം കിട്ടി. ഓക്കെ. ഇനി എന്താണ് 38നോട് 8 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുക 38നോട് 8 കൂട്ടിയാൽ എന്താ കിട്ടുക 46 അല്ലേ. 38നോട് 8 കൂട്ടിയാൽ 46. അപ്പോൾ 46 കിട്ടിയോ. ഓക്കെ 46 കിട്ടി. അതിനോട് ഒരു 8 കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും 46നോട് 8 കൂട്ടിയാൽ എത്ര കിട്ടുക നമുക്ക് 46നോട് 8 കൂട്ടിയാൽ 54 കിട്ടും അല്ലേ. 54. ഓക്കെ. ഇനി അടുത്ത സംഖ്യ കിട്ടണ 54നോട് ഒരു 8 കൂടി കൂട്ടി നോക്കിയേ. 54നോട് 8 കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും 62 കിട്ടും അല്ലേ. 62 കിട്ടിയോ. ഓക്കെ. ഇനി 62നോട് 8 കൂട്ടി നോക്കിയേ. 62നോട് 8 കൂട്ടിയാൽ എത്ര 70 അവിടെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ ശ്രേണി ഇതാണ് കേട്ടോ. ഓക്കെ മനസ്സിലായല്ലോ. ശ്രദ്ധിച്ചു പോവുക, നന്നായി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന എന്താണ് ഒറ്റപ്പദങ്ങളാണെങ്കിൽ തന്നിരിക്കുന്ന തുകനോട് എന്താണ് ആ എണ്ണം നമ്മൾ ഹരിച്ചാൽ എന്താണ് നടുക്കത്തെ പദം കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. ഇനി ആദ്യപദം തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ശ്രേണി അതിന് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ആ ശ്രേണി എഴുതിയാൽ മതി. ഇനി ആദ്യപദം തന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും നമ്പർ എന്താണ് തരും. എത്ര ശ്രേണി എഴുതുക എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തിട്ട് നമ്മൾ എഴുതുക. തുകയൊക്കെ സെയിം ആണോ നോക്കണം. പിന്നെ ഒറ്റപ്പദമാണെങ്കിൽ ഇനി ഇരട്ടപ്പദമാണെങ്കിൽ തന്നിരിക്കുന്നത് ഇത് പെരട്ടയാണല്ലോ. അപ്പോൾ ഇരട്ടയാണ് തന്നെങ്കിൽ എന്താണ് നടുക്കത്തെ നമ്പർ അതായത് ഏതൊക്കെ സ്ഥാനങ്ങളിൽ തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ആ തുല്യമാക്കി വെച്ചിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കുക ഇന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ശ്രേണി എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളെന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ എന്താക്കുക നന്നായി പഠിക്കുക. നന്നായി പഠിച്ച് എന്താക്കുക നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകളൊക്കെ എന്താക്കണം നിങ്ങൾ എഴുതണം കേട്ടോ. കിട്ടുന്ന പോയിന്റൊക്കെ എന്താക്കണം നിങ്ങൾ ഒരു ചെറിയ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്താക്കുക അതിനായിട്ടൊരു നോട്ട്ബുക്ക് തന്നെ വാങ്ങുക. എന്നിട്ട് കിട്ടുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായ ഭാഗങ്ങളൊക്കെ ഒന്ന് മലയാളത്തിൽ നിങ്ങളെ രീതിയിൽ മനസ്സിലാക്കിയ രീതി ഉണ്ടല്ലോ ആ രീതിയിൽ ആരും ഒന്ന് ചെക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. ആ രീതിയിൽ നിങ്ങൾ എന്താക്കുക എഴുതുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എന്താക്കുക നിങ്ങൾ ക്ലാസ് കേൾക്കുക എന്നിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ നന്നായി പഠിക്കണം. നമുക്ക് എന്താക്കണം നന്നായി മാർക്ക് ഫുൾ A+ തന്നെ എല്ലാവർക്കും വാങ്ങണം അല്ലേ. മാത്സിനൊക്കെ ഫുൾ A+ തന്നെ എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഓക്കെ. എന്താണ് മാത്സിന് A+ വാങ്ങുക. മാത്സിന് നല്ല എല്ലാ സബ്ജക്റ്റിനും A+ വാങ്ങുക. ഓക്കെ. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് ഏത് സബ്ജക്റ്റിനാണെങ്കിലും എന്താക്കുക ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എന്താക്കുക എഴുതി വെക്കുക കേട്ടോ. കിട്ടുന്ന പോയിന്റ് എക്സാമിന് നിങ്ങൾക്ക് എന്താക്കുക എളുപ്പമാക്കും. ആ ബുക്ക് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്താക്കുക ഈ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് എന്താക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ പറയുന്നത്. അതിനായിട്ട് വേറൊരു ബുക്ക് തന്നെ വാങ്ങിക്കുക ചെറിയ പോയിന്റുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു.